ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളിന്ന് മോളിലേക്ക് പോകാനായിട്ട് വിചാരിച്ചേക്കണം. കാരണം കുഞ്ഞിലേക്ക് കുറച്ച് നേരം മോളിൽ നടന്ന് കളിക്കുക, അവളുടെ ഇഷ്ടത്തിന് വിടാലോ. അതാണ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചേക്കണം. എന്നും വീട്ടിലിരിക്കുമ്പോൾ ആഴ്ചയിലൊരു ദിവസം പുറത്തേക്ക് ഇറങ്ങി ഒരു മടുപ്പാട്ട. നല്ല തിരക്കാട്ടാണ്. ഇതൊക്കെ ഇപ്പോൾ പുതിയത് വന്നത്. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഈ റെസ്റ്റോറൻ്റൊന്നും. ഇപ്പോൾ ഇതൊക്കെ പുതിയത് വന്നതാണ്. ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് കടക്കാനായിട്ട് നല്ല പാടാട്ടാണ്. കുറച്ച് സമയം എടുത്ത് ചിലവർ ഇപ്പുറത്തിറക്കി വിട്ടിട്ട് പോകും. ഞങ്ങൾക്ക് ട്രെയിനൊക്കെ കയറാമെന്നുണ്ടെങ്കിൽ ചിലവർ മാത്രം അപ്പുറത്തേക്ക് ആക്കി തരില്ല, ചിലവർ ഇപ്പുറത്ത് തന്നെ ആക്കി തന്നിട്ട് നമുക്ക് ഹൗസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. അവർക്ക് സമയമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോകട്ടാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ. ഞങ്ങൾ വന്നത് മോളിലേക്ക്. അത് എന്ത് മോളാ ചേട്ടാ? ഇതെന്ത് മോളാ? ബി ആർ ബാംഗ്ലൂർ മോളിട്ട്. എനിക്ക് ഇത്ര നാളുകൂടെ ഉണ്ടായിട്ട് എനിക്ക് മോളിന്റെ പേരൊന്നറിയില്ല. വന്നിട്ടാ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുറെ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. നാട്ടിൽ വന്ന പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ അപ്പം പോവാട്ടാ. അമ്മീ കുഞ്ഞിലിതേ ഇവിടെ അടഞ്ഞു തുടങ്ങിയിട്ട് ആൾക്ക് താഴെ ഇറങ്ങാണ്ട് ഇത് മോളിന്റെ പുറത്തുള്ള സാധനങ്ങളുണ്ടായി. ഇത് ഇവിടെ ഇപ്പൊ വന്നാലും ഞാൻ ഇവിടെ കേറാണ്ട് പോയില്ല. എന്തെങ്കിലും ഒന്നിൽ എടുക്കണില്ലെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും നോക്കാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ. പക്ഷെ ഇവിടുത്തെ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റാ. അതാണ് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. നല്ല റേറ്റാണ്. ചേട്ടൻ പ്രാവശ്യം ഇങ്ങനത്തെ കമ്മലിക്ക് മേടിച്ചേ. പ്ലീസ് ഇങ്ങനത്തെ വാങ്ങണം. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ നല്ല ഇഷ്ടം. അതിന്റെ കയ്യിൽ ഞാൻ ബ്രേസ്ലെറ്റ് വാച്ചൊന്നും കിട്ടി. അവിടെ ബ്രേസ്ലെറ്റ് അന്ന് മേടിച്ചാലും ഇവിടെ ഇരിക്കണ്ട് മേടിച്ചാലും. Till that river freezing from my home for a season so calm. Don't cry, no man, don't feel the sun. Oh, carry me without legs to run. Without legs. Lulu, ഇവിടെയുണ്ട് ലുലു. ഞാനിവിടെ വന്നു കഴിഞ്ഞാ എനിക്ക് ആദ്യം കയറാൻ ഇഷ്ടം ഡ്രസ് സുഡിയോ പിന്നെ വെബ് സൈഡ് അങ്ങനെ കയറാൻ ഇഷ്ടം. ചേട്ടന്റെ വേഗം വലിച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്നും കയറണ്ടെന്ന് പറഞ്ഞിട്ട്. Baila conmigo bajo la luna, el ritmo calienta, siente la fortuna. നമ്മൾ ഈ കാണുന്ന ചോക്ലേറ്റ് ക്രോസോണ്ടും പിന്നെ ചോക്ലേറ്റ് തിക്ക് ഷേക്കോടെ പറഞ്ഞത്. കുഞ്ഞിലേക്കാണെങ്കിൽ നല്ല വിശക്കുണ്ടാവും. അങ്ങനെ വൈകിട്ടൊന്നും കഴിച്ചിട്ടില്ല മുമ്പ്, അതാലും ശരി വിശക്കും. ഇതില് ചോക്ലേറ്റ് ക്രോസോണ്ട് അല്ലാതെ നമ്മ വാങ്ങിയ സാധാ ക്രോസോണ്ടാ വാങ്ങിയത്. ബട്ടർ അതാ വാങ്ങി. ഞാൻ തെറ്റി പറഞ്ഞതാ. ഞാൻ ആദ്യം അത് മേടിക്കാൻ തന്നെ ഞാൻ വാഷ്റൂമിൽ പോയിടാണ്. അപ്പൊ ഞാൻ ചേട്ടൻ അതാ മേടിച്ചെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഞാൻ കടിക്കല കുടിക്കും. കയ്പ നല്ലതാ. നെരുക്കി വെച്ചിട്ടുണ്ട്. ചൂടുണ്ട് ചേട്ടാ. മൈദയാണോ?
ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത കടയിൽ പോയി കഴിക്കും. ഞങ്ങൾ ശരിക്കുള്ള ഫുഡ് പുറത്ത് പോയി കഴിക്കുള്ളൂ. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്ലാൻ ചെയ്താൽ വന്നേക്കണം. ആൾക്കാരൊക്കെ നോക്കണ്ടട്ടാ വീഡിയോ എടുക്കുമ്പോൾ. ചെറുതായൊരു സംഭവം പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഇനി അടുത്ത കടയിൽ പോകുമ്പോൾ കാണാം. ഞങ്ങൾ ഈ കടയിലേക്ക് വന്നേക്കട്ടെ. അപ്പോൾ കുഞ്ഞിലേക്ക് ഈ വണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട്. അറിയില്ല ഇരിക്കുമെന്ന് അറിയില്ല, പേടിച്ചു. എന്താവാവോ എന്തോ. ആളടഞ്ഞുടങ്ങിട്ടാ കരച്ചലായി. അത് മറ്റാള് നിക്കണാണ്. വണ്ടിയിലിരിക്കേ പോവാ, നമ്മക്ക് ടാറ്റ പോവാ. പോവാ കണ്ണ, വാ പോവാ നമുക്ക്. Mayo. Okay, thanks. കുഞ്ഞിനിവിടെ നല്ല കളിയാട്ടാ. നമ്മുടെ സ്പേസ് ഉള്ളതാണ് കിടന്നു കൂടി കൊണ്ട് നടക്കാം. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല രസം. അച്ഛനും മോളും കളിയപ്പോൾ ആളിവിടെ നടന്ന് എല്ലാവർക്കും ടാറ്റ കൊടുക്കാൻ നടക്കാട്ടാ. ഏയ് ഭയങ്കര കുറെ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇനി തിരിച്ച് വീണ്ടും കയറാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഓടിപ്പിച്ചു വിടും. വാ പോ നമുക്ക്. അച്ഛനമ്മയും പോട്ടെ. ടാറ്റാ ടാറ്റാ. നമ്മൾ ഈ കടയിലാണ് കേട്ടോ കയറുന്നത്. ഇവിടുന്ന് ബിരിയാണി പ്ലാൻ ചെയ്തേക്കണേ. എന്ത് കഴിക്കണ്ട അത് കഴിക്കണ്ടെന്ന് പറഞ്ഞു വന്നാലും ലാസ്റ്റ് അതന്നെ അതിലേക്ക് തന്നെ എത്തിട്ടു. നമ്മൾ കുഞ്ഞുമണിക്ക് റോസോണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തെങ്കിലും വിശക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ. ആളടച്ചില്ല, ആൾക്ക് ഇറങ്ങി നടക്കാണ്ട്. എൻ്റെ കൂട്ടിയിലിരിക്കാനെ കുഞ്ഞാൻ കുഞ്ഞാൻ. അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇനി എന്താ ബിരിയാണിയാണ് കഴിക്കാൻ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കണേ. കാരണം പഞ്ചാബിൽ കഴിക്കാന്നൊക്കെ വിചാരിച്ച് പോകുന്നതാണ്. പക്ഷെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബിരിയാണിക്ക് തന്നെ ഇട്ട്. അതാണ് ഈ മലയാളികളുടെ ചിലവരുടെ ഒരു കുഴപ്പം. ഇതിനെന്തെങ്കിലും സൈഡാക്കി ഇട്ടണം, എന്തെങ്കിലും കൊടുത്തു. അപ്പൊ ഫുഡിന് വന്നിട്ട് കാണാട്ടാ. ഇതേ ചെറുതിനെ ബേബി ചെയറിൽ പിടിച്ചിരുത്തിട്ടോ. അതും വരുന്ന അഭ്യാസമായിരുന്നു. വീഡിയോ വെച്ചെടുത്ത് കാർട്ടൂൺ വെച്ച് കൊടുത്തിരിക്കേക്കാം. ഇതാരും ഇരിക്കുന്നു. ഇവിടെ കുറെ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല ബിരിയാണി അല്ല ചേട്ടാ. ഇതൊരു മേഘന ബിരിയാണിയുടെ ടേസ്റ്റ് അല്ലേ? ബിരിയാണി കുഴപ്പമില്ല, രസമുണ്ടല്ല. ഞാൻ കഴിച്ചിട്ട് വരാം. കുഞ്ഞിക്കിത് ഇവിടെ ദോശ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയും കൊടുത്തോണ്ടിരിക്കുന്നു ചെറുപ്പം.
കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവാം. 10 മണിയായി. ഇനി വീട്ടിൽ പോകണം. അവള് ശരിക്കും ദോശ കഴിച്ചില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ മെട്രോയിൽ പോകാന്ന് വിചാരിക്കണം. അത് അപ്പൊ കുഞ്ഞിലേക്ക് നമുക്ക് കാണാലും അത് കാരണം മെട്രോയിൽ പോവാന്ന് വിചാരിക്കണേ. ഇനി മെട്രോയിൽ കയറിട്ട് പോകാം. ഒന്ന് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് മെട്രോക്ക്. അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ എണ്ണം നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ. ഇനിയിപ്പം മെട്രോ 10 മിനിറ്റ് കൂടുമ്പോഴാന്ന് തോന്നുന്നില്ല ചേട്ടാ ഉള്ളേ മെട്രോ. 10 മിനിറ്റ് കൂടുമ്പോഴുള്ള. ഇപ്പൊ എന്നെ പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇനി തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പോവാ ചേട്ടാ. അപ്പൊ എന്നാ വാ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടാ. ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ മെട്രോനാ പോണേ. വീട്ടിലേക്കല്ല, വീട്ടിന്റെ ഇതുവരെ മെട്രോനാ പോണേ. ഇതെന്റെയും കൂടി നട്ടിരുട്ടെന്ന് എത്തി. നമ്മള് ഓൾറെഡി ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ QR കോഡ് സ്കാൻ ചെയ്യാൻ കയറുക. അപ്പം സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഇനി ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം താഴെ വെച്ച് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. നിർത്തി മെട്രോ വന്നിട്ട് മെട്രോയിൽ കയറിയിട്ട് ഞാൻ ചെയ്യാനാണ്. അധികം വലിയ തിരക്കൊന്നുമില്ല ട്രെയിനില്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. തിരക്കൊന്നും ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ താഴെ എടുക്കാൻ പറ്റില്ല എന്ന് അടുത്ത് പറഞ്ഞു കേട്ടോ. അതെല്ലാം വന്നിട്ട് നോക്കാം. ബേബിയോടെ എവിടെ ബേബിയോടെ അതാ ഹായ് പറഞ്ഞ ബേബിയോടെ. ഹായ് പറഞ്ഞ കുഞ്ഞു ബേബിയോട്. അങ്ങനെ ഞങ്ങൾ മെട്രോക്ക് ഇറങ്ങി ഫോട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോകട്ടാ. വീട്ടിൽ വന്നിട്ട് ഇവിടെ ഒരെണ്ണം പാപ്പൻ ചോദിക്കുന്നുണ്ട്. വിശന്നിട്ട് ദോശ കൊടുത്തിട്ട് തിന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പാപ്പൻ ചോദിക്കുന്നുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. ഫുഡ് കൊടുത്തിട്ട് എടുത്തി ഉറക്കണം. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കുറെ നേരം കണ്ണും പിടിച്ചൊക്കെ ഇരിക്കില്ല. അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാട്ട. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. ഇനി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം. വിശന്നിട്ട് ഭയങ്കര കരച്ചിൽ അവിടെ ഉണ്ട്. അപ്പൊ അതിന് ഫുഡ് കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.